Hi everyone. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള വെജീസ് ഒക്കെ യൂസ് ചെയ്യാം. കാബേജ്, ക്യാരറ്റ്, അങ്ങനെ നമുക്ക് റോ ആയിട്ട് എന്തൊക്കെ നമ്മൾ കഴിക്കാൻ പറ്റുന്ന അങ്ങനെ എന്ത് വെജീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ക്യാരറ്റും സ്പ്രിംഗ് ഓണിയനും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടൊരു ഓംലെറ്റ് സാൻഡ്വിച്ചും അങ്ങനെയൊക്കെ ഉണ്ടാക്കി ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്ത് അതായത് ഉപ്പും കുരുമുളകും ഇട്ട് കഴിഞ്ഞാൽ വെജിറ്റബിൾസിൻ്റെ പോർഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം. നോർമലി ഉണ്ടാക്കുന്ന രീതിയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ഓംലെറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഒരു ബ്രെഡിന് നമ്മൾ ജസ്റ്റ് ഒരു ഇത്തിരി ബ്രെഡ് എടുത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും റൗണ്ട് ആയിട്ടുള്ള ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബൗളെടുത്ത് ഒന്നതിൻ്റെ അത് പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഹോള് പോലെ വരും. ആ ഹോളിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൈ വെച്ച് ഒന്ന് ഞെക്കി കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഹോള് നല്ല കറക്റ്റായിട്ട് വരും. ഇപ്പോൾ ഞാൻ ബൗൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും റൗണ്ട് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും അതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും നമ്മൾ സാധാരണ ഓംലെറ്റിൽ ചെയ്യുന്ന പോലെ ഇടാം. എന്നിട്ട് ഇതിന് ചുറ്റും നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടാക്കുമ്പോൾ ആവി വരും. ഈ ആവിയിൽ വേണം നമ്മുടെ മുട്ട വേവാൻ. എന്നിട്ട് നമുക്ക് കണ്ട് ഒരു അടപ്പ് വെച്ച് ഇതിനെ അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഈ സമയത്ത് വെക്കേണ്ടത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. നല്ലൊരു ഓംലെറ്റ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത് സ്കിപ്പ് ചെയ്യാം. അത് ചെയ്യുമ്പോഴത്തേക്കും നല്ല അതിൻ്റെ ബ്രെഡ് നല്ല ക്രസ്റ്റ് നല്ല കറുമുറായിരിക്കുന്നവർക്ക് അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ വെന്ത് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്തിപ്പോൾ ഞാൻ സ്പ്രിംഗ് ഓണിയനും ക്യാരറ്റും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫുഡായിട്ട് നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അടുത്തത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബ്രെഡ് ഓംലെറ്റിൻ്റെ സാൻഡ്വിച്ചാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിലൊരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് ഓംലെറ്റിൻ്റെ ആ എഗ്ഗ് അധികം കുക്ക് ചെയ്തില്ല. മറ്റേത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അതൊന്ന് അത്യാവശ്യം ഒന്ന് വേവാനായിട്ട്. ഇവിടെ നമ്മൾ അധികം കുക്ക് ചെയ്തില്ല. ജസ്റ്റ് ആ മുട്ടയുടെ മുകളിൽ ഒരു വൈറ്റ് ലെയർ ഫോം ചെയ്യുന്നത് വരെ നമ്മൾ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ സാൻഡ്വിച്ച് ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ നേരത്തെ ആ ബ്രെഡിൻ്റെ മുട്ടയുടെ ആ യെല്ലോ ഭാഗം നമുക്കിങ്ങനെ ഒഴുകി ആ ടേസ്റ്റി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികം കുക്ക് ചെയ്യാതെ. എൻ്റെ ഈ വെറൈറ്റി റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഈ റെസിപ്പി തന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് ബ്രെഡാണ്. ഇതിന് പകരം നമ്മുടെ ബ്രൗൺ ബ്രെഡ്, അതായത് വീറ്റൊക്കെ വെച്ചുണ്ടാക്കുന്ന ബ്രെഡ് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരെന്തായാലും കളർഫുൾ ആയതുകൊണ്ട് കഴിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ബ്രൗൺ ബ്രെഡാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ. ബ്രെഡ് വെച്ച് ഇനിയും നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ റെസിപ്പീസ് ഉണ്ട്. പ്രത്യേകം പറയുവാണെങ്കിൽ നമ്മുടെ ബ്രെഡ് പിസ്സ ഉണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാമേ. ഇപ്പോൾ കണ്ടോ, ആ മുട്ട കിടന്ന് അനങ്ങുന്നുണ്ടോ? അപ്പോൾ ഇത്രയും കുക്കായാൽ മതി. നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഒരു ബ്രെഡും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്ത് വെക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ ബൈ ബൈ.